ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ BEdലെ സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്സിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വേറെ 1-2 ചാപ്റ്ററുകൾ വേറെ സബ്ജക്റ്റുകളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സബ്ജക്റ്റുകളുടെയും എല്ലാ ചാപ്റ്ററുകളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസ് കണ്ടവർക്ക് അറിയാം, നമ്മൾ ഒത്തിരി എക്സ്പാൻഡ് ചെയ്തിട്ടല്ല, വളരെ ഷോർട്ടാക്കിയിട്ട് ക്യാപ്സ്യൂൾ ഫോർമാറ്റിലുള്ള ഷോർട്ട് പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് അത് വെച്ച് നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും എത്ര മാർക്സ് വേണമെങ്കിലും അതിനെ എക്സ്പാൻഡ് ചെയ്യാവുന്ന തരത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. മെയിനായിട്ട് ഇതൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെൻറ്റ്. എന്താണ് സ്കൂൾ മാനേജ്മെൻറ്റ്? ടൈറ്റിൽ തന്നെ ഉണ്ടല്ലേ, സ്കൂൾ മാനേജ്മെൻറ്റ്. സ്കൂളിനെ മാനേജ് ചെയ്യുക അത്രയുള്ളൂ. അതായത് സ്കൂളിൻ്റെ നമുക്കറിയാം, ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് അതിൽ ഒരുപാട് പേരുടെ പല പല മേഖലകളിൽ മാനേജ് ചെയ്യേണ്ടുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സ്കൂൾ മാനേജ്മെൻറ്റ് നോക്കാം. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ്, ഡെഫിനിഷൻ, മീനിങ്, സ്കോപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എന്താ പറയുക ആണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. നമ്മളെല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് അതിൻ്റെ കോൺസെപ്റ്റാണ്. എന്താണ് ആ കോൺസെപ്റ്റ്? സ്കൂൾ മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ സിസ്റ്റമാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സ്കൂൾസ് അഫയേഴ്സ് encompassing all aspects from policies and resources to programs and activities to ensure the effective functioning and achievement of the school's objectives. അതായത് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എന്തുണ്ടായിരിക്കും, എന്ത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഒബ്ജക്റ്റീവ്സ് ഉള്ളത് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക്, അല്ലെങ്കിൽ അവരെന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കറക്റ്റായിട്ട് എത്തിച്ചേരണമെങ്കിൽ അതിന് നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് പോളിസീസ്, അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ നമ്മുടെ റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ എന്താ പറയുക കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലെ ഡെസ്കും ബെഞ്ചും മുതൽ ടീച്ചേഴ്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളും, അല്ല അതിൻ്റെ ചുറ്റുപാടുള്ള അറ്റ്മോസ്ഫിയർ, അതിൻ്റെ ക്ലീൻ ആയിട്ട് കിടക്കുന്ന സിറ്റുവേഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കണ്ണെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളുടെയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കൂൾ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മേഖലകളും എത്തിയിട്ട് ഒരു സ്കൂളിൻ്റെ A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തുന്ന അഡ്മിനിസ്ട്രേഷനെയാണ് നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷനാണ്. സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ലീഡിങ് ആൻഡ് ഡയറക്റ്റിംഗ് എ സ്കൂൾ ടുവേർഡ്സ് ഇറ്റ്സ് ഗോൾസ്. അതായത് ഒരു സ്കൂളിനെ അതിൻ്റെ എയിമിലേക്ക്, അതിൻ്റെ ലക്ഷ്യം എന്താണോ അതിലേക്ക് ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ത്രൂ ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സുകളും ഫിസിക്കൽ റിസോഴ്സുകളും ഇൻ്റലക്ച്വൽ റിസോഴ്സുകളും വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്കൂളിനെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡെഫിനേഷനെ നിങ്ങൾക്ക് പലതരത്തിൽ എഴുതാം. വേറെയും ഒത്തിരി ഡെഫിനേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഫേമസ് ആയിട്ടുള്ള വേറെ ആളുകൾ, ഫേമസ് പേഴ്സണാലിറ്റീസ് പറയുന്ന കൊട്ടേഷൻസ് പോലത്തെ ഡെഫിനേഷൻസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു മോഡൽ തരിക, ഷോർട്ടാക്കിയിട്ടൊരു മോഡൽ തരിക എന്ന ഐഡിയ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ഇറ്റ്സ് the practical application of management principles within the context of a school, ensuring that the school operates efficiently and effectively. അതായത് അതിൽ ഉൾപ്പെടുന്നതെല്ലാം എന്താണ്, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് അവർക്ക് കറക്റ്റായിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ആ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ആ ഒരു കോണ്ടെക്സ്റ്റ് ഓഫ് സ്കൂൾ, ആ ഒരു സ്കൂൾ എന്ന കോണ്ടെക്സ്റ്റിൽ വെച്ചുകൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻഷുറിങ് ദാറ്റ് ദ സ്കൂൾ ഓപ്പറേറ്റ്സ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. സ്കൂൾ വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കൂൾ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതും ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അതിനകത്ത് എഴുതാനായിട്ട് സാധിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വെൽ ഡിഫൈൻഡ് വിഷൻ ആൻഡ് മിഷൻ. അതായത് ക്ലിയർ ആയൊരു ഐഡിയ ഉണ്ടാവണം, എന്തൊക്കെയാണ് ആ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഓരോ മേഖലയിലും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഐഡിയ അതിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണം. പിന്നെ എഫക്റ്റീവ് ലീഡർഷിപ്പ്, സ്ട്രോങ് ഡയറക്ഷൻ ആൻഡ് ഗൈഡൻസ്. അതായത് ലീഡറായിട്ടിരിക്കുന്ന വ്യക്തി വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ളൊരു വ്യക്തിയായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ,
ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, ഓരോ വ്യക്തിയുടെയും ഇടയിൽ എന്തുണ്ടായിരിക്കണം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കൊളാബറേറ്റീവ് കൾച്ചർ, ടീം വർക്ക് എമംഗ് സ്റ്റാഫ്, സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. അപ്പോൾ സ്റ്റാഫുകളുടെയും സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ, അല്ലെങ്കിൽ അവരുടെയൊക്കെയും ആ ഒരു കയ്യൊപ്പ് പതിയ എന്ന് പറയില്ല, അങ്ങനെ എല്ലാവരെയും ആഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളൊരു സ്കൂളിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. പിന്നെന്താണ് അക്കൗണ്ടബിലിറ്റി, റെഗുലർ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. ഇത് വളരെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോകും, ഇത് എത്രത്തോളം വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ, എത്രത്തോളം അതൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഇനി എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ചിങ് നീഡ്സ് ആൻഡ് സർക്കംസ്റ്റൻസ്. അതായത് ഈ ഒരു അക്കാഡമിക് ഇയർ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളായിരിക്കില്ല അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ വേണ്ടി വരും. കുറച്ചും കൂടെ സിലബസ് മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് മാറുന്നതനുസരിച്ച് കുട്ടികളുടെ അവസ്ഥകൾ മാറുന്നതനുസരിച്ചൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ അതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. അല്ലാതെ വർഷങ്ങളായിട്ട് തുടരുന്ന അതേ ചിട്ടകളും അതേ രീതികളും എല്ലാ കാലവും ഇങ്ങനെ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ കടുംപിടുത്തം പിടിക്കാനായിട്ട് പാടില്ല. ഇനി എന്താണ്, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിരിക്കണം. ഫോക്കസ് ഓൺ സ്റ്റുഡൻറ്റ് നീഡ്സ് ആൻഡ് വെൽബീയിങ്. കുട്ടികളാണ് അവിടെ സെൻറ്റേർഡ് ആയിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക്, അവർക്ക് നന്നായി പഠിക്കാനും നന്നായിട്ട് വളരാനും വേണ്ടിയിട്ടുള്ള, അവർക്ക് ആ വ്യക്തിത്വ വികസനത്തിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മളവിടെ ചെയ്യേണ്ടത്. അതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അതിൻ്റെ സ്കോപ്പാണ്, ഏതൊക്കെ മേഖലകളിലാണ് അതിൻ്റെ ഒരു സ്കോപ്പ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് പറയണം. അപ്പോൾ ഒന്നെന്താണ് അക്കാഡമിക് മാനേജ്മെൻറ്റ്. അക്കാഡമിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ടൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. കരിക്കുലം പ്ലാനിങ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് അസസ്മെൻറ്റ്. അക്കാഡമിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠനം, ആ പഠനത്തിൻ്റെ മേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൽ കരിക്കുലം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്, കുട്ടികളെ എങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങളുണ്ട്, കുട്ടികളെ എങ്ങനെ അസസ് ചെയ്യണമെന്ന കാര്യങ്ങൾ. അസസ് എന്താണെന്ന് നമുക്ക് പറഞ്ഞ കാര്യത്തിൽ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തതാണ് നമ്മുടെ അസസ്മെൻറ്റിൻ്റെ ചാപ്റ്ററിൽ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിനകത്ത് എന്താണ് പറയുന്നത്, ഡേ ടു ഡേ ഓപ്പറേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓരോ ദിവസവും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, പോളിസികൾ, പ്രൊസീജിയറുകൾ, കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നമുക്കറിയാം ബഡ്ജറ്റിങ്, റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ബഡ്ജറ്റ് കാര്യങ്ങൾ, അത് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള സംഭവം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക, അതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ്, മനുഷ്യന്മാരെ എങ്ങനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് സൂപ്പർവിഷൻ. അതായത് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സുകൾ, അതേപോലെ അവരുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ സൂപ്പർവിഷൻ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ സ്റ്റുഡൻറ്റ് അഫയേഴ്സ്, സ്റ്റുഡൻറ്റ് സപ്പോർട്ട് സർവീസസ്, ഡിസിപ്ലിൻ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. സ്റ്റുഡൻറ്റ് അഫയേഴ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് സപ്പോർട്ടിന് ആവശ്യമുള്ള അതിന് വേണ്ടിയിട്ടുള്ള മേഖലകൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആളുകൾ, സ്റ്റാഫുകളൊക്കെ വേറെ ഉണ്ടായിരിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. പിന്നെ എന്താണ്, അവരുടെ ഡിസിപ്ലിൻ ശ്രദ്ധിക്കാൻ. പിന്നെ എക്സ്ട്രാ പഠനം മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, മെയിൻ്റനൻസ് ആൻഡ് അപ്കീപ്പ് ഓഫ് ഫെസിലിറ്റീസ്. അതായത് നമ്മുടെ ഡെസ്ക്, ബെഞ്ച് മുതലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും, എയർ സർക്കുലേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ലൈറ്റ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റിനകത്ത് വരും. ദ സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെൻറ്റ് ഇസ് ബ്രോഡ് ആൻഡ് മൾട്ടി ഫേസറ്റഡ്, എയിമിംഗ് ടു ക്രിയേറ്റ് എ പ്രൊഡക്റ്റീവ് ആൻഡ് സപ്പോർട്ടീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ആ ഒരു പഠനാന്തരീക്ഷത്തിനെ വളരെ പ്രൊഡക്റ്റീവായിട്ട്, സപ്പോർട്ടീവായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ആവശ്യമുണ്ട്, ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഈ സ്കോപ്പുകൾ, അല്ലെങ്കിൽ ഈ ഓരോ മേഖലകളിലും നമ്മൾ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി വരുന്നത് പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻ്റ് ആണ്. എന്താണ് ഇത് അത്യാവശ്യം ഈ ഒരു ചാപ്റ്റർ വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ്. എന്താണ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ്? പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് എംപ്ലോയീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. നമുക്കറിയാം, ഒരു സ്കൂളാകുമ്പോൾ അതിനകത്ത് പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടായിരിക്കും. ടീച്ചേഴ്സ് ആയിട്ടുണ്ടായിരിക്കും, മാനേജ്മെൻറ്റ് ലെവലിലുള്ളവരുണ്ടായിരിക്കും, സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, പാരൻസ് ഉണ്ടായിരിക്കും, ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് പേര് ഒരു സ്കൂളിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഓരോ വ്യക്തികളുടെയും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒക്കെയും പാർട്ടിസിപ്പേഷൻ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് ആവശ്യമാണ്. അതായത് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മാനേജ്മെൻറ്റ് അവരുടെ ഇഷ്ടത്തിന് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ HM അവരുടെ ഇഷ്ടത്തിന് മാത്രം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അത് ശരിയാവില്ല. മറിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടായിരിക്കും എന്തിൽ വരുന്നത്, പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു സ്കൂളിലെ എല്ലാ ഭാഗങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിൻ്റെയും അഭിപ്രായങ്ങൾക്കും താല്പര്യങ്ങൾക്കും, അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന മാനേജ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, പാർട്ടിസിപ്പേറ്ററി. പേരിൽ തന്നെ ഉണ്ടല്ലോ പാർട്ടിസിപ്പേഷൻ, എല്ലാവരുടെയും
പാർട്ടിസിപ്പേറ്ററിയും പാർട്ടിസിപ്പേഷൻ ഉൾക്കൊള്ളുന്ന മാനേജ്മെൻറ്റിനെ സ്കൂൾ മാനേജ്മെൻറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ്. അതേസമയം നോൺ പാർട്ടിസിപ്പേറ്ററി എന്താണ്? നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് ടിപ്പിക്കലി ഫോളോസ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ടോപ്പിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ആരാണോ സ്കൂളിൻ്റെ, അയാൾ ഒരു ഓർഡർ പറയും, ഇന്ന കാര്യം ചെയ്യുക എന്ന് പറയും. അത് താഴേക്കുള്ള ഡൗണിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും അതങ്ങോട്ട് എന്താ പറയുക അനുസരിച്ചോളുക. ആ രീതിക്കുള്ള മാനേജ്മെൻറ്റിനാണ് നോൺ പാർട്ടിസിപ്പേറ്റ്, അതായത് പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത മാനേജ്മെൻറ്റ്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത മാനേജ്മെൻറ്റ് പേരിൽ തന്നെയുണ്ട്. പിന്നെ എന്താണ് ഇൻ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് എംപ്ലോയീസ് ഇൻപുട്സ് വാല്യൂഡ്. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റിൽ എംപ്ലോയീസിൻ്റെ ഇൻപുട്ടിനെല്ലാം വാല്യൂ ഉണ്ടായിരിക്കും. ഓരോരുത്തരുടെയും അവർ ആ ഒരു സ്കൂളിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസും എല്ലാം നമ്മളവിടെ വാല്യൂ കൊടുക്കും. ആൻഡ് ദേ ആർ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. അവർക്ക് എല്ലാവർക്കും എന്തിനുള്ള കഴിവുണ്ട്? സ്കൂളിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ, ഇവാലുവേറ്റ് ചെയ്യുന്നതിലൊക്കെ ഇവരുടെ പങ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോസ്റ്ററിങ് കോപ്പറേഷൻ ആൻഡ് ടീം വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? നല്ല രീതിയിൽ ആ ഒരു കോപ്പറേഷൻ, സഹകരണവും അതേപോലെ തന്നെ ടീം വർക്കും ഒക്കെ അവിടെ വർക്കൗട്ട് ആവാനായിട്ട് സഹായിക്കും. നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇതൊന്നുമില്ല, മറ്റുള്ളവരുടെ ഒന്നും അഭിപ്രായം എടുക്കുന്നില്ല, ഒരൊറ്റ ആളാണ് ഇവിടെ തീരുമാനിക്കുന്നത്. നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് ഓൺ ദ അതർ ഹാൻഡ് ഇസ് മോർ സെൻട്രലൈസ്ഡ് ആൻഡ് മെ നോട്ട് ഓൾവേസ് ഇൻകോർപ്പറേറ്റ് എംപ്ലോയീസ് ഐഡിയാസ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മെയിനായിട്ട് എംപ്ലോയികളുടെ ഐഡിയാസ് ഒന്നും അങ്ങനെ എടുക്കാറുള്ളത് സെൻട്രലൈസ്ഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളിൽ നിക്ഷിപ്തമായിരിക്കും അതിൻ്റെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും. ലീഡിങ് ടു പൊട്ടൻഷ്യൽ ചാലഞ്ചസ് ഇൻ മൊറൽ ആൻഡ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു ടീം വർക്ക് വരുന്നില്ല, ഒരു കോപ്പറേഷൻ വരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ പറയുക മാനേജ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു ഡിസിഷൻ, നമ്മൾ ഈ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ എന്താ പറയുക ലിബറൽ ആവാനല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ എന്താ പറയുക ഫ്ലെക്സിബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പക്ഷേ കുറച്ചും കൂടി ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒത്തിരി ആളുകളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ലാഗ് അടിക്കാൻ സാധ്യതയാണ്. അങ്ങനെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അതിനുണ്ട്. അതേപോലെ തന്നെ നോൺ പാർട്ടിസിപ്പേറ്ററിൽ എന്തുണ്ട്? ഒരാൾ എടുക്കുന്നത് വളരെ സ്റ്റേൺ ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തുന്നു. അപ്പോൾ അത് വെറുതെ എന്താ പറയുക ഫ്ലെക്സിബിളായിട്ട് ഓവറായിട്ട് ഫ്ലെക്സിബിളായിട്ട് മറ്റ് പല ഭാഗങ്ങളിലേക്ക് ചിതറിത്തെറിച്ച് പോവാതെ ആ ഒരാൾ പറയുന്നത് എല്ലാ സ്ഥലത്തേക്കും എത്തുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്നുണ്ട്. അതേസമയം തന്നെ എന്താണ് എല്ലാവരുടെയും ഒപ്പീനിയൻസ് എടുക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു കോപ്പറേഷനും കാര്യങ്ങളൊന്നും വർക്കൗട്ട് ചെയ്യാത്തതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സും ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് ഭാഗ്യ പോയിൻ്റൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് സംഭവം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ്. ഇനി വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഇൻ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്. എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ് എന്താണ്, ഓർഗനൈസിങ് എന്താണ്, കൺട്രോളിങ് എന്താണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ്ങിൽ എന്തൊക്കെ വരും? സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്തൊക്കെ ഗോൾസ് ആണ്, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഒരു അക്കാഡമിക് ഇയറിൽ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം. ഡിഫൈനിങ് അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ടാർഗറ്റ്സ്. നമ്മുടെ ടാർഗറ്റ് എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്നത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, ക്രിയേറ്റിംഗ് പ്ലാൻസ് ടു അച്ചീവ് ഗോൾസ്. ആ ഗോളുകൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഗോളുകളും ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ സ്ട്രാറ്റജികൾ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അലോക്കേറ്റിംഗ് റിസോഴ്സസ്, ബഡ്ജറ്റിംഗ് ആൻഡ് റിസോഴ്സ് പ്ലാനിങ്. നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അതിനനുസരിച്ചുള്ള റിസോഴ്സുകൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ പ്ലാനിങ് സെക്ഷനിൽ വരുന്നതാണ്. പിന്നെ എന്താണ് പ്ലാനിങ് കഴിഞ്ഞു. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ആ കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. ഇനി ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ അതിലോട്ട് ഇറങ്ങിയതിന് ശേഷം പ്ലാനിങ്ങിന് ശേഷം വരുന്ന സ്റ്റേജാണ്. ഓർഗനൈസിംഗിൽ എന്തൊക്കെ വരും? നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ പോവാം. അപ്പോൾ അവിടെ എന്തൊക്കെ വരും? സ്ട്രക്ചറിങ് റിസോഴ്സസ്. മോള് നമ്മൾ പറഞ്ഞു അലോക്കേറ്റിംഗ് റിസോഴ്സ്. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണം എന്തൊക്കെ റിസോഴ്സ് വേണം എന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു മുന്നത്തെ സ്റ്റേജിൽ. ഓർഗനൈസിങ്ങിലാകുമ്പോഴേക്കും എന്താണ് അതേ പ്ലാൻ ചെയ്ത സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്ചർ ചെയ്യാൻ പോവാണ്, സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. ഓർഗനൈസിങ് പേഴ്സണൽ ഫെസിലിറ്റീസ് ആൻഡ് മെറ്റീരിയൽസ്. വ്യക്തികളേനെ, അത് വേണ്ട സ്റ്റാഫുകളേനെ, സൗകര്യങ്ങളേനെ, വസ്തുക്കളേനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന സ്റ്റേജാണ് ഓർഗനൈസിങ്ങിൽ വരുന്ന സ്ട്രക്ചറിങ് റിസോഴ്സസ്. പിന്നെ എന്താണ്? ഡിഫൈനിങ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതേപോലെ തന്നെ ഇനി എന്താണ്? അസൈനിങ് ടാസ്ക്സ് ആൻഡ് ഡ്യൂട്ടീസ്. അതായത് ഓരോ വ്യക്തിക്കും നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ളത്. ആ പ്ലാൻ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓരോ വ്യക്തിക്കും എന്തൊക്കെ റോൾ കൊടുക്കണം എന്നുള്ളത് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെ എസ്റ്റാബ്ലിഷിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇനി എന്തൊക്കെ പോളിസീസ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണമെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഗൈഡിങ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓപ്പറേഷൻസ്. ഡിസിഷൻ മേക്കിംഗ് അതേപോലെ തന്നെ ഓപ്പറേഷൻസ്. മുന്നേ കഴിഞ്ഞ സ്റ്റേജിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഓർഗനൈസിങ് സ്റ്റേജിൽ. പിന്നെ എന്താണ് വരുന്നത്? കൺട്രോളിംഗ് ആണ്. അതെല്ലാം ഒന്ന് സെറ്റായി ആളുകൾ, ഫെസിലിറ്റീസ്,
കുട്ടികളെ എല്ലാ സംഭവം സെറ്റായി കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ കൺട്രോളിങ് സ്റ്റേജിലോട്ട് പോകുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു? മോണിറ്ററിങ് പ്രോഗ്രസ്. നമ്മൾ മോണിറ്റർ ചെയ്യാണ് പ്രോഗ്രസ്. നമ്മൾ വിചാരിച്ച പോലെ സ്റ്റാഫുകളൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കുകയും കാര്യങ്ങളും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടോ, കുട്ടികൾക്ക് നമ്മൾ വിചാരിച്ച പോലെ അവർക്ക് ഒരു ഇൻപുട്ട് അവർ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, അത്തരത്തിൽ. അതേപോലെ ടീച്ചേഴ്സ്, എന്താ പറയുക, പാരൻസ് അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ അത്രയും സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യും. ട്രാക്കിംഗ് അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പെർഫോമൻസ്. മൊത്തത്തിൽ ഓൾറൗണ്ട് ആയിട്ട് എല്ലാവരുടെയും പെർഫോമൻസ് നമ്മൾ പിന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ എന്താണ്? ഇവാലുവേറ്റിംഗ് എഫക്റ്റീവ്നെസ്. എത്രത്തോളം എഫക്റ്റീവായിട്ടുണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അസസിങ് ഔട്ട്കംസ് ആൻഡ് ഇമ്പാക്ട്. അവിടെ നമ്മൾ അസസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്താണ്? ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. എന്നിട്ട് അതിനെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ, കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ, സ്റ്റാഫിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അഡ്രസ്സിങ് ഇഷ്യൂസ് ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. അവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് മാറ്റങ്ങൾ വരുത്തി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ദീസ് ഫംഗ്ഷൻസ് ഹെൽപ്പ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇംപ്രൂവ് ഓവറോൾ പെർഫോമൻസ്. ഒക്കെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെ. അപ്പോൾ ഈ ഫംഗ്ഷനുകൾ നമ്മൾ എന്തിനു സഹായിക്കുന്നു? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തുകൊണ്ട് അവരുടെ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി വരുന്നത് റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. റിസോഴ്സ് മാനേജ്മെൻറ്റിനകത്ത് അണ്ടറിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് വരുന്നുണ്ട്, മെറ്റീരിയൽ റിസോഴ്സ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ്? മനുഷ്യന്മാർ ഏതൊക്കെ റോളുകളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? മെയിനായിട്ടും സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ തന്നെയാണ് അല്ലേ. അതായത് സ്റ്റാഫുകളെ ഓരോ ലെവലിലേക്കും ഓരോ ഡ്യൂട്ടിയിലേക്കും ഉള്ള സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഹയറിങ് ക്വാളിഫൈഡ് പേഴ്സൺ. ഓരോ പോസ്റ്റിലേക്കും ആവശ്യമായ ക്വാളിറ്റി ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികളെ നമ്മൾ ഹയർ ചെയ്യുന്നു. പിന്നെ എന്താണ്? പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. ആ ഓരോ വ്യക്തിക്കും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടെ പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പിന്നെ എന്താണ്? പെർഫോമൻസ് ഇവാലുവേഷൻ. അവർ ചെയ്യുന്ന കാര്യത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അസസിങ് സ്റ്റാഫ് പെർഫോമൻസ്. ആ സ്റ്റാഫുകളുടെ പെർഫോമൻസിനെ നമ്മൾ അസസ് ചെയ്യും. ഇനി വരുന്ന മെറ്റീരിയൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്. വസ്തുക്കളുടെ പലതരത്തിലുള്ള വസ്തുക്കൾ. ഒന്നെന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ് ആണ്. അതിനകത്ത് എന്ത് വരുന്നത്? അപ്പ് കീപ്പ് ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെൻറ്റ്. നമ്മൾ ആവശ്യമുള്ള സ്കൂളിലേക്ക് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ സാധനങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. പിന്നെ റിസോഴ്സ് അലോക്കേഷൻ. ഓരോ റിസോഴ്സിനെയും അലോക്കേഷൻ. മാനേജിങ് ടെക്സ്റ്റ് ബുക്സ്, ടെക്നോളജി ആൻഡ് അതർ മെറ്റീരിയൽ, കമ്പ്യൂട്ടർ, ബുക്കുകൾ, ലൈബ്രറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത്തരത്തിലുള്ള നമ്മുടെ അറിവിന് വേണ്ടിയിട്ടുള്ള സ്കൂളിലേക്ക് ആവശ്യമുള്ള റിസോഴ്സുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ട്രാക്കിംഗ് ആൻഡ് മാനേജിങ് സപ്ലൈസ്. അതായത് സപ്ലൈസിന് വേണ്ടിയിട്ടുള്ള അതൊക്കെ ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. അതൊക്കെയാണ് മെറ്റീരിയൽ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് ഫിനാൻഷ്യൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം പണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് വൺ എന്താണ്? ബഡ്ജറ്റിംഗ് ആണ്. പ്ലാനിങ് ആൻഡ് അലോക്കേറ്റിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യത്തിനും ഇത്ര രൂപ എന്നുള്ള രീതിക്ക് അതിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്, മാനേജിങ് ഫണ്ട്സ് ആൻഡ് എക്സ്പെൻസ്. കറക്റ്റായിട്ട് ഓരോ മേഖലയ്ക്കും ഇത്ര രൂപ എന്ന് പറഞ്ഞ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വയ്ക്കുന്നത്. ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, എൻഷുറിങ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. കറക്റ്റായിട്ട് പറഞ്ഞ എമൗണ്ടുള്ള പണം അതേ രീതിയിൽ അവിടെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എഫക്റ്റീവ് റിസോഴ്സ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒപ്റ്റിമൈസ് ദെയർ റിസോഴ്സസ്, അച്ചീവ് ഗോൾസ് ആൻഡ് പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു ഓരോ റിസോഴ്സിനെ, ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, മെറ്റീരിയൽ റിസോഴ്സ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ റിസോഴ്സ് ആയിക്കോട്ടെ, ഓരോന്നും എഫക്റ്റീവായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തിന് സാധിക്കുള്ളൂ? ഏതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെയും വളരെ നല്ല രീതിയിൽ അതിൻ്റെ റിസോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഗോളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതേപോലെ മെയിൻ ഗോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക. ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേജിനും അല്ലെങ്കിൽ ഓരോ റിസോഴ്സിനും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്